ശരീരം സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന രീതി വിശദീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നട്ടെല്ല് ശരീരത്തിന്റെ പിൻഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനെ ചുറ്റിയുള്ള അസ്ഥികൂടാണ് വെർട്ടിബ്രൽ കോളം. തലച്ചോറിൽ നിന്ന് പുറകുവശത്ത് താഴെ വരെ നീളുന്ന നാഡീകലകളാൽ നിർമ്മിച്ച നീളമേറിയതും നേർത്തതുമായ ട്യൂബുലാർ ഘടനയാണ് സ്പൈനൽ കോഡിൻ്റേത്. തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ആ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ച് തലച്ചോറിലേക്കും സിഗ്നലുകൾ അയയ്ക്കുക എന്നതാണ് നട്ടെല്ലിന്റെ പ്രാഥമിക പ്രവർത്തനം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം അയയ്ക്കുന്നതിനും അവിടെ നിന്ന് അത് സ്വീകരിക്കുന്നതിനും ഹൃദയവും 2 തരം രക്തക്കൊഴലുകളും പങ്കുവഹിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത്. ജീവൻ ഒഴിച്ചുകൂടാനാവാത്തതാണ് ഓക്സിജൻ. ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന കുഴലുകളിലൂടെയാണ് ഈ രക്തം സഞ്ചരിക്കുന്നത്. ഈ ചുവന്ന രക്തക്കുഴലുകളെ ആർട്ടറീസ് എന്ന് വിളിക്കുന്നു. രക്തത്തിലെ ഓക്സിജൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച ശേഷം നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന കുഴലുകൾ ഈ രക്തത്തെ ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ഈ നീല രക്തക്കുഴലുകളെയാണ് വെയിൻസ് എന്ന് വിളിക്കുന്നത്. നട്ടെല്ലിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആർട്ടറീസ് രക്തം എത്തിക്കുകയും വെയിൻസ് തിരികെ എത്തിക്കുകയും ചെയ്യുന്നു. സുഷുമ്നാ നാഡിയുടെ ബാഹ്യഭാഗത്ത് രക്തമെത്തിക്കുന്ന ആർട്ടറീസിനെ ഡ്യൂറൽ ആർട്ടറീസ് എന്ന് വിളിക്കുന്നു. സ്പൈനൽ കോഡിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന വെയിൻസിനെ സ്പൈനൽ വെയിൻസ് എന്ന് വിളിക്കുന്നു. സാധാരണഗതിയിൽ ചുവന്ന ആർട്ടറീസ് നീല വെയിൻസിനോട് പരസ്പരം കൂടിക്കലരാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി രോഗി നേരിടുന്ന പ്രശ്നം ഞങ്ങൾ വിശദീകരിക്കാം. ചിലപ്പോൾ അജ്ഞാതമായ കാരണങ്ങളാൽ സുഷുമ്നാ നാഡിയുടെ ബാഹ്യഭാഗത്തെ ചുവപ്പ് ആർട്ടറീസും നീല വെയിൻസും തമ്മിൽ ഒരു ബന്ധം രൂപം കൊള്ളുന്നു. അത് സാധാരണമല്ല. ഡോക്ടർമാർ ഈ പ്രശ്നത്തെ സ്പൈനൽ ഡ്യൂറൽ ആർട്ടേറിയോവീനസ് ഫിസ്റ്റുല അഥവാ സ്പൈനൽ DAVF എന്ന് വിളിക്കുന്നു. ഈ ആർട്ടറീസിൽ നിന്നുള്ള രക്തസ്രാവം സാധാരണയിൽ കൂടുതലും ഉയർന്ന മർദ്ദത്തിലുമാണ്. അതിന്റെ ഫലമായി ഇതിന് സാധാരണ അവസ്ഥയിലേതുപോലെ വെയിൻസിലൂടെ ഒഴുകുവാൻ കഴിയില്ല. ഇത് രക്തക്കുഴലുകളിലെ മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. തന്മൂലം സ്പൈനൽ കോഡിൽ മാറ്റങ്ങൾക്ക് കാരണമാവുകയും രോഗിക്ക് പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ രോഗിക്ക് ഇനിപ്പറയുന്ന ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. 1 അഥവാ 2 കാലുകളിലുമോ ബലഹീനത വർദ്ധിക്കുക, സംവേദനത്തിലെ പ്രശ്നങ്ങൾ, മൂത്രം മലം വിസർജനം ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ. ഈ അവസ്ഥ പരിശോധിക്കുന്നതിന് 2 തരം ടെസ്റ്റ് ഉണ്ട്. സ്പൈനൽ DAVFന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ടോ എന്നറിയുന്നതിനായി ഒരു MRI സ്കാൻ ആവശ്യമാണ്. എന്നിരുന്നാലും അവസ്ഥ വിലയിരുത്തുന്നതിനും സ്പൈനൽ DAVFന് ഒരു കാരണമാകുന്ന കൃത്യമായ ആർട്ടറി തിരിച്ചറിയുന്നതിനും നട്ടെല്ലിന്റെ ഒരു ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻജിയോഗ്രാം ടെസ്റ്റിനായി ഒരു സൂചി സാധാരണയായി വലത് കാലിന്റെ ആർട്ടറിയിലേക്ക് കടത്തുന്നു. ഏത് ആർട്ടറിയാണ് സ്പൈനൽ DAVFലേക്ക് വിതരണം ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ ശരീരത്തിലെ ആർട്ടറികളിലേക്ക് ഒരു കാത്തീറ്റർ ട്യൂബ് കടത്തുന്നു. എന്നിട്ട് കോൺട്രാസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദ്രാവക പദാർത്ഥം കാത്തീറ്റർ ട്യൂബിലൂടെ നട്ടെല്ലിലെ ആർട്ടറീസിലേക്ക് കുത്തിവെക്കുന്നു. ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് നട്ടെല്ലിൽ രക്തക്കുഴലുകൾ കാണാൻ സഹായിക്കുന്നു. ചിത്രങ്ങൾ DSA റൂമിനുള്ളിലെ സ്ക്രീനിൽ എടുക്കുന്നു. ഈ ചിത്രങ്ങൾ അവസ്ഥ വിശദമായി കാണിക്കുന്നു.
ഇനി ലഭ്യമായ ചികിത്സാ ഓപ്ഷനുകൾ ഞങ്ങൾ വിശദീകരിക്കാം. സ്പൈനൽ DAVF ഒന്നുകിൽ എംബോലൈസേഷൻ അഥവാ സർജറിയിലൂടെ ചികിത്സിക്കണം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ എംബോലൈസേഷൻ ചെയ്യുന്നു. ഈ ചികിത്സ രക്തക്കുഴലുകളുടെ ഉള്ളിലാണ് ചെയ്യുന്നത്. ഇതിനായി ഞങ്ങൾ രോഗിയുടെ നട്ടെല്ല് തുറക്കുന്നില്ല. പ്രശ്നമുള്ള ഭാഗത്ത് രക്തയോട്ടം തടയാൻ എംബലൈസേഷൻ ഒരു രക്തക്കുഴലിലൂടെ മരുന്നോ സിന്തറ്റിക് വസ്തുവോ ഒരു കാത്തറ്റർ ട്യൂബ് വഴി കടത്തിവിടുന്നു. ആൻജിയോഗ്രാം ടെസ്റ്റ് പോലെ തന്നെയാണ് ഈ ചികിത്സയും നടത്തുന്നത്. നട്ടെല്ല് വരെ ആർട്ടറീസിലൂടെ മറ്റൊരു കാത്തറ്റർ ട്യൂബ് കടത്തും. സ്പൈനൽ DAVFൽ ഈ കാത്തറ്റർ ട്യൂബ് എത്തിക്കഴിഞ്ഞാൽ അത് അടയ്ക്കാനായി ഞങ്ങൾ ഒരു മരുന്ന് നൽകും. നടപടിക്രമം ഒരിക്കൽ ചെയ്തിട്ട് സ്പൈനൽ DAVF പൂർണ്ണമായും അടയ്ക്കുന്നു. ഈ നടപടിക്രമം രോഗിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തടയും. എന്നിരുന്നാലും ഇതിനകമുണ്ടായ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തുന്നതിന് കഴിയില്ല. ചിലപ്പോൾ തുടർച്ചയായതും സ്ഥിരവുമായ ഫിസിയോതെറാപ്പി കൊണ്ട് അവ പൂർണ്ണമായും സുഖം പ്രാപിച്ചേക്കാം. പക്ഷേ ഇത് ഓരോ രോഗിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ ചികിത്സയ്ക്ക് ചില അപകടസാധ്യതകളുണ്ട്. ആർട്ടറി തുളയ്ക്കുന്ന ഭാഗത്ത് കാലിൽ രക്തം ചെറുതായി കട്ടയാകാം. കാത്തറ്റർ ട്യൂബുകൾ ഉള്ളിലേക്ക് കടത്തുമ്പോൾ ഏതെങ്കിലും ആർട്ടറികൾക്ക് പരിക്ക് പറ്റാം. ചില സമയങ്ങളിൽ നടപടിക്രമത്തിനിടയിൽ ഉപയോഗിക്കുന്ന മരുന്നോ വസ്തുക്കളോ തെറ്റായ ആർട്ടറിയിലേക്ക് കടന്ന് രോഗിയുടെ ശരീരത്തിൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. രോഗിയുടെ അവസ്ഥയും അതിനുള്ള ചികിത്സയും മനസ്സിലാക്കാൻ ഈ അവതരണം നിങ്ങളെ സഹായിച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.